ക്യാൻസർ രോഗിയായ 60 വയസ്സുള്ള അമ്മയും 38 വയസ്സുള്ള ഭിന്നശേഷിക്കാരനായ മകനും താമസിക്കുന്ന വീട് 20 അടി താഴ്ചയിലേക്ക് ഏത് നിമിഷവും നിലം പൊത്തുമെന്നുള്ള അപകട ഭീഷണിയിലാണ്. മരണഭയത്താൽ ദൈനംദിനം തള്ളി നീക്കുകയാണ് ഈ അമ്മയും മകനും. കൊല്ലം ജില്ലയിലെ അഞ്ചൽ, ചോരനാട്, ഉദയഗിരിയിൽ രാജലക്ഷ്മിയും മകൻ ശ്രീജിത്തുമാണ് ഈ ദുരിത ജീവിതം നയിക്കുന്നത്. 2019 റോഡ് വെട്ടുന്നതിനു വേണ്ടി രാജലക്ഷ്മിയുടെ വസ്തുവിന്റെ മുൻഭാഗം വിട്ടു നൽകിയിരുന്നു. റോഡിനെടുക്കുന്ന ഭാഗം കഴിഞ്ഞുള്ള വസ്തു കെട്ടി നൽകണമെന്നുള്ള ഉറപ്പ് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവർ നൽകിയിരുന്നുവെങ്കിലും റോഡ് വെട്ടിക്കഴിഞ്ഞ് ആ ഉറപ്പ് പാലിച്ചില്ല. ഇന്ന് രാജലക്ഷ്മിയുടെ വീടിന്റെ അടിസ്ഥാനം വരെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഴയത്ത് വെള്ളം വീണാൽ വീടിന്റെ മുൻഭാഗത്തെ അല്പമുള്ള മൺതിട്ട കൂടി ഇടിഞ്ഞു വീണ് 20 അടി താഴ്ചയിലേക്ക് നിലം പൊത്തും. വീടിന്റെ അടിസ്ഥാനം നനയാതിരിക്കാൻ ടാർപ്പ കൊണ്ട് മൂടിയിരിക്കുകയാണ് രാജലക്ഷ്മി. ഇപ്പൊ 5 വർഷമായി ഞാൻ ഇനി കയറി ഇറങ്ങാൻ സ്ഥലമില്ല. മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്ത് ഞാനും ഈ കൊച്ചും കൂടെ കൊണ്ടുവന്ന് കൊടുത്തത്. കളക്ടർ വിളിച്ച് ചോദിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് ഇതുവരെ ആയിട്ട് ഞങ്ങൾക്ക് ഒരു നടപടി ഉണ്ടായില്ല. പഞ്ചായത്ത് ചെല്ലുമ്പോൾ പറയും, നിങ്ങൾ പറയാനുള്ളിടത്ത് പറയാൻ പറയും. പഞ്ചായത്തിലെ സെക്രട്ടറി, ഇപ്പോൾ ഇരിക്കുന്ന സെക്രട്ടറി രഞ്ജൻ സാർ വരെ ഇവിടെ വന്ന് കണ്ടിട്ട് പോയതാ. ഞങ്ങൾക്ക് ഒരു നടപടി ഉണ്ടാവുന്നില്ല. ഈ കൊച്ചിനെ ഇട്ട് വളരെ പേടിച്ചാ കഴിഞ്ഞുകൂടുന്നത്. വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധ അല്പമൊന്ന് തെറ്റിയാൽ 20 അടി താഴ്ചയിലേക്ക് വീഴും. മുഖ്യമന്ത്രിക്കും കളക്ടർക്കും ഉൾപ്പെടെ നേരിട്ട് പരാതി നൽകിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. രാത്രി മഴ കൂടി പെയ്യുന്നതോടെ 38 വയസ്സുള്ള ഭിന്നശേഷിക്കാരനായ മകനെയും കൊണ്ട് ഉറക്കമൊഴിച്ചിരിക്കുകയാണ് ക്യാൻസർ ബാധിതയായി ചികിത്സയിലിരിക്കുന്ന ഈ അമ്മ. അമ്മയ്ക്കും മകനും ലഭിക്കുന്ന പെൻഷൻ തുക മാത്രമാണ് ഇവരുടെ വരുമാന മാർഗവും. എത്രയും പെട്ടെന്ന് ഇവരെ ഈ ദുരിതക്കയത്തിൽ നിന്നും രക്ഷിക്കേണ്ടതുണ്ട്. അധികാരികൾ ഇവർക്ക് നേരെ കണ്ണു തുറക്കേണ്ടതുണ്ട്. കെവിൻ കെന്നഡി, ന്യൂസ് മലയാളം, കൊല്ലം.